വിഴിഞ്ഞം തീരങ്ങളിൽ ജലപ്രതിസന്ധി തുടരുന്നു എന്ന് തന്നെയാണ്. തീരപ്രദേശങ്ങളായ കോട്ടപ്പുറം, പിറവിളാകം എന്നീ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം തുടരുന്നത്. ഈ പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളം എത്തിയിട്ട് 8 ദിവസം പിന്നിടുന്നു. 300ഓളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതത്തിൽ കഴിയുന്നത്. അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ. അഞ്ജന, പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണല്ലേ? ശ്രുതി, തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും കുടിവെള്ള പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിഴിഞ്ഞം തീരപ്രദേശങ്ങളിലും വെങ്ങാനൂരിലുമാണ് ഇപ്പോൾ ജലപ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിട്ടുള്ളത്. ഇതിൽ വിഴിഞ്ഞം തീരപ്രദേശങ്ങളിൽ പിറവിളാകം, കോട്ടപ്പുറം എന്നീ പ്രദേശങ്ങളിലെ സ്ഥിതി അതിരൂക്ഷമാണ്. ഇവിടെയുള്ള പ്രദേശവാസികളുമായി നമ്മൾ 2 ദിവസമായി സംസാരിച്ചിരുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടിരുന്നു. ഇപ്പോൾ അവർ കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. കുടത്തിന് 5 മുതൽ 10 രൂപ വരെയാണ് വെള്ളത്തിനായി ചാർജ് ചെയ്യുന്നത്. അങ്ങനെ 10 കുടങ്ങളെങ്കിലും ഒരു വീട്ടിലേക്ക് ആവശ്യം വരും. എന്നും ഇങ്ങനെ കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കുന്നത് ഒരിക്കലും അവർക്ക് പ്രായോഗികമല്ല. തീരപ്രദേശമാണ്, സാധാരണക്കാരാണ്. കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കാൻ അവർക്ക് എന്നും കഴിയണമെന്നില്ല. ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾ അധികൃതരെ അറിയിച്ചു, MLA അറിയിച്ചു. എന്നാൽ യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലാവട്ടെ, കോവളം ഭാഗത്തും കല്ലിയൂർ ഭാഗത്തും എല്ലാം തന്നെ കുടിവെള്ള പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയും. ഈ പിറവിളാകം, കോട്ടപ്പുറം എന്നീ പ്രദേശങ്ങളിൽ 2 പ്രദേശങ്ങളിലും 150 വീടുകളെങ്കിലും കാണും. പിറവിളാകത്തൊരു 150 വീടുകളും കോട്ടപ്പുറം പ്രദേശത്തും ഒരു 150 വീടുകൾ കാണും. ഒരു വീട്ടിൽ തന്നെ 1ഉം 2ഉം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 300-ലധികം വീടുകളാണ് ഈ 2 പ്രദേശങ്ങളിലായി ഉള്ളത്. ഇത്രയും പേരാണ് ഇവിടെ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടി കഴിയുന്നത്. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, കിടപ്പിലായ രോഗികളുണ്ട്. ഈ രോഗികളെ ശുശ്രൂഷിക്കാനും മറ്റുമായി വെള്ളം അത്യാവശ്യമാണ്. എന്നിട്ടും അതിനുപോലും കഴിയാത്തൊരു സാഹചര്യമാണ്. ഇവർക്ക് വെള്ളം എന്നും വാങ്ങേണ്ടി വരുന്നു. പൈപ്പ് വെള്ളം എത്തിയിട്ട് ഇന്നേക്ക് 8ാം ദിവസമാണ്. 8 ദിവസമായി പൈപ്പ് വെള്ളം എത്തിയിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ വെങ്ങാനൂരിലാകട്ടെ 60% കുടുംബങ്ങൾ ഇപ്പോഴും കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ്. ഇവരും അധികൃതരെ അറിയിച്ചിരുന്നു. വാട്ടർ അതോറിറ്റി യാതൊരുവിധ പരിഹാരവും നിർദ്ദേശിച്ചിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ശ്രുതി, തുളസി.